നമസ്കാരം. അപ്പോൾ 8ാം ക്ലാസ്സിലേക്ക് ഉള്ള ആദ്യത്തെ ക്ലാസ് ആണ് അല്ലേ? രസകരമായ രസതന്ത്രത്തിന്റെ ഒന്നാമത്തെ അധ്യായമായ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ, പദാർത്ഥ സ്വഭാവം എന്ന ആദ്യ ചാപ്റ്ററിന്റെ ഒന്നാം ഭാഗമാണ് ഇന്നത്തെ ക്ലാസ്. അപ്പൊ നോക്കിയേ, പദാർത്ഥ സ്വഭാവം അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ നമ്മുടെ ബേസിക് സയൻസിലെ ടെക്സ്റ്റ് ബുക്കിലെ 4ാമത്തെ ചാപ്റ്റർ ആണ് ഏത്? പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ അല്ലെങ്കിൽ പദാർത്ഥ സ്വഭാവം. അപ്പൊ ഈ 4-5 ചാപ്റ്ററുകൾ ഏത് വിഭാഗത്തിൽ വരുന്നതാണ്? രസതന്ത്രം അല്ലെങ്കിൽ കെമിസ്ട്രി എന്ന വിഭാഗത്തിൽ വരുന്നതാണ്. അപ്പോ നമുക്ക് പഠിക്കാനുള്ളത്, ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് എന്താണ് മാറ്റർ എന്ന് പഠിക്കാനുണ്ട്, മാറ്ററിന്റെ പ്രോപ്പർട്ടീസ് പഠിക്കാനുണ്ട്, അതിന്റെ ഡിഫറെന്റ് സ്റ്റേറ്റുകൾ, അതായത് പദാർത്ഥം എന്നാൽ എന്ത് എന്ന് പഠിക്കണം, പദാർത്ഥത്തിനെ അതിന്റെ പ്രത്യേകതകൾ, അതിനൊരു നിർവചനം കൊടുക്കണം, പദാർത്ഥത്തിന്റെ വിവിധ അവസ്ഥകൾ, ഈ വക കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കണം. അപ്പൊ നമ്മൾ ആദ്യം നമ്മുടെ ചുറ്റുപാടുമുള്ള വസ്തുക്കൾ നമ്മളൊന്ന് നിരീക്ഷിക്കുക. നമ്മുടെ പുസ്തകത്തില് ഈ പാഠത്തിന്റെ ആദ്യത്തില് ഒരു പടം കൊടുത്തിട്ടുണ്ട് അല്ലെ? ആ പടത്തിനകത്ത് ഒട്ടനേകം വസ്തുക്കളുണ്ട്. അപ്പൊ പുസ്തകമുള്ള ആൾക്കാർ കൈവശം ഇപ്പൊ പുസ്തകമുള്ള ആൾക്കാർ ആ പുസ്തകം കൂടെ ഒന്ന് എടുത്തു വെച്ചിട്ട് നോക്കുക എന്തൊക്കെയാ പദാർത്ഥങ്ങൾ ഉള്ളത് എന്ന് നോക്കി കണ്ടോ. അപ്പൊ ഈ ഒരുപാട് പദാർത്ഥങ്ങൾ അവിടെ ഉണ്ട് അല്ലെ? ഇവർക്കെല്ലാം ഓരോ പദാർത്ഥത്തിനും ഓരോ സ്വഭാവമാണുള്ളത്. അതുപോലെ തന്നെ നമ്മള് കുഞ്ഞു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു, പദാർത്ഥത്തിന് വിവിധ അവസ്ഥകളുണ്ട് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെ അവസ്ഥകളാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? ഖരാവസ്ഥ, ദ്രാവകാവസ്ഥ, വാതകാവസ്ഥ അല്ലെ? ഇതിൽ കൂടുതൽ നമ്മൾ പഠിച്ചിട്ടുള്ളവരാണ് എങ്കിൽ എന്ത് ചെയ്യുക, അത് അവിടെ നിൽക്കട്ടെ. നമുക്ക് ഈ 3 എണ്ണത്തിനെ പറ്റിയിട്ട് പഠിച്ചിട്ട് നമുക്ക് ബാക്കി പറയാം. അപ്പൊ നമുക്ക് സോളിഡ് സ്റ്റേറ്റ് അല്ലെങ്കിൽ മാറ്റർ സോളിഡ് സ്റ്റേറ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ സ്ഥിതി ചെയ്യുന്നു, ലിക്വിഡ് സ്റ്റേറ്റിലുണ്ട്, പിന്നെ ഗേഷ്യസ് സ്റ്റേറ്റിൽ വാതകാവസ്ഥയിലുണ്ട് എന്ന് നമുക്ക് കുഞ്ഞു ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. നമ്മളിപ്പോൾ ഈ പാഠത്തിൽ ആദ്യം ചെയ്യാൻ പോകുന്നത് മാറ്ററിന് ഒരു ഡെഫിനിഷൻ കണ്ടുപിടിക്കാൻ പോവുകയാണ്. എന്തിനു ഡെഫിനിഷൻ കണ്ടുപിടിക്കാൻ പോവുകയാണ്? മാറ്റർ അല്ലെങ്കിൽ എന്താണ്? പദാർത്ഥത്തിനൊരു ഡെഫിനിഷൻ കണ്ടുപിടിക്കാനായിട്ട് പോവുകയാണ്. അതിനു വേണ്ടിയിട്ട് നമുക്ക് ചെറിയ ഒരു 6 എക്സ്പെരിമെന്റ് ചെയ്യാനുണ്ട്. അപ്പൊ 6 എക്സ്പെരിമെന്റ് എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും വലുതാണ് അല്ലേ? ചെറിയ കുഞ്ഞു നമ്മുടെ നിത്യജീവിതത്തില് ചെയ്തിട്ടുള്ളതും കണ്ടിട്ടുള്ളതും അറിയാവുന്നതുമായിട്ടുള്ള ചെറുതായിട്ടുള്ള ഒരു 6 എക്സ്പെരിമെന്റിലൂടെ നമ്മൾ ആരുടെ ഡെഫിനിഷനിലേക്ക് വരാൻ പോകുന്നു? മാറ്ററിന്റെ ഡെഫിനിഷനിലേക്ക് വരാനായിട്ട്, പദാർത്ഥത്തിന്റെ നിർവചനത്തിലേക്ക് വരാനായിട്ട്. അതിനു വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്നത് ഖരാവസ്ഥയിലുള്ള ഒരു ഒബ്ജക്റ്റ് എടുക്കും. നമുക്കറിയാം, ഖരാവസ്ഥയിൽ നമുക്ക് പെട്ടെന്ന് അറിയാവുന്ന ഒരു ഒബ്ജക്റ്റ് എന്ന് പറയുന്ന ആരാണ്? ഒരു കല്ലാണ്. അപ്പൊ ഞാനും ഒരു കല്ലെടുത്തു, കല്ലിന്റെ പടമാണ് വരച്ചിരിക്കുന്നത് അല്ലേ? ഒരു കല്ല് ഞാൻ എടുത്തു, എന്നിട്ട് ഞാൻ എന്ത് നോക്കി? അപ്പൊ ഇതറിയാം, നമുക്കറിയാം എന്താവസ്ഥയിലുള്ള ആളാണ്? ഖരാവസ്ഥ അല്ലെങ്കിൽ സോളിഡ് സ്റ്റേറ്റിലുള്ള ഒബ്ജക്റ്റ് ആണ് ആര് എന്ന് പറയുന്നത്? കല്ല് എന്ന് പറയുന്നത് ആണല്ലോ. ഇനി ഈ കല്ലിന് ഭാരമുണ്ടോടെ? മാസ് ഉണ്ടോ? ഉണ്ടല്ലേ? കല്ലിന് എങ്ങനെയാണ് ഭാരമുണ്ട് എന്ന് കണ്ടുപിടിക്കുന്നത്? നമ്മൾ വെറുതെ ഒരു ത്രാസിൽ വെച്ച് ഒന്ന് അളന്ന് നോക്കിയാൽ മതി. അല്ലെങ്കിൽ ഭാരം തോന്നാനായിട്ട്, അല്ലെങ്കിൽ നമ്മൾ വെറുതെ കൈയിലെ മുകളിലേക്ക് വെച്ചിട്ട് നമ്മളൊന്ന് കല്ലിന്റെ ഭാരമുണ്ടോ എന്ന് നമുക്ക് ഇങ്ങനെ ഒന്ന് അളന്ന് നോക്കിക്കൂടെ? എത്രയാണ് ഇതിന്റെ ഭാരം എന്ന് എക്സാക്ട് കണ്ടുപിടിക്കാനൊന്നുമില്ല. ജസ്റ്റ് ഇതിന്റെ ഭാരം എത്രയാണ് എന്ന് അറിഞ്ഞാൽ മതി, അല്ലെങ്കിൽ ഭാരമുണ്ടോ ഇല്ലയോ എന്നൊന്ന് നോക്കിയാൽ മതി. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? സ്റ്റോണിന് ഒരു ഭാരമുണ്ട്. ഭാരത്തിന് ഞാൻ അതിന്റെ ഡെഫിനിഷനിലേക്കൊന്നും പോകുന്നില്ല. ജസ്റ്റ് ഞാൻ ഇങ്ങനെ പറഞ്ഞു, അതിന് എന്തുണ്ട്? സ്റ്റോണിന് എന്തുണ്ട്? മാസ് ഉണ്ട് എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ കല്ലിന് എന്തുണ്ട്? മാസ് ഉണ്ട് എന്ന് പറഞ്ഞു. എന്തുണ്ട് എന്ന് പറഞ്ഞു? മാസ്. നമുക്കറിയാം, സ്റ്റോൺ എന്ന് പറഞ്ഞ സാധനം എന്തവസ്ഥയിലുള്ള ആളായിരുന്നു? സോളിഡ് സ്റ്റേറ്റില്, ഖരാവസ്ഥയിലുള്ള ആളായിരുന്നു ആണല്ലോ. അപ്പൊ സോളിഡ് സ്റ്റേറ്റിലുള്ള ആൾക്കാർക്ക് എല്ലാ ഒബ്ജക്റ്റുകൾക്കും, ഖരാവസ്ഥയിലുള്ള എല്ലാ പദാർത്ഥങ്ങൾക്കും എന്ത് കാണും? മാസ് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലായില്ലേ? നമ്മൾ എങ്ങനെ കണ്ടുപിടിച്ചു? കല്ലെടുത്ത് കല്ലിന്റെ എന്ത് നോക്കി? അതിന്റെ ഭാരം നമുക്കൊരു ത്രാസ് കൊണ്ടോ അല്ലെങ്കിൽ കൈ കൊണ്ടോ നമ്മൾ എന്ത് ചെയ്തു? ഒന്ന് അളന്ന് നോക്കിയപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? ഭാരമുണ്ട് എന്ന് മനസ്സിലായി. ഇതായിരുന്നു ഒന്നാമത്തെ എക്സ്പെരിമെന്റ്. സിമ്പിൾ എക്സ്പെരിമെന്റ് അല്ലായിരുന്നു. എന്ത് ചെയ്തു? ഒരു കല്ലെടുത്തിട്ട് അതിന്റെ എന്ത് നോക്കി? വെയിറ്റ് ഉണ്ടോ എന്ന് നോക്കി. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? കല്ലിന് എന്തുണ്ട്? മാസ് ഉണ്ട് എന്ന് മനസ്സിലായി. അപ്പൊ ഒന്നാമത്തെ എക്സ്പെരിമെന്റ് കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ എക്സ്പെരിമെന്റ്, ഈ കല്ലില് ഞാൻ എന്ത് കെട്ടി? ഒരു ത്രെഡ് കെട്ടി അല്ലെങ്കിൽ ഒരു നൂല് കെട്ടി. കല്ലിനകത്ത് എന്ത് കെട്ടി? ഒരു നൂല് കെട്ടി. നൂല് കെട്ടിയിട്ട് ഈ നൂലിൽ കെട്ടിയ ഈ കല്ലിനെ ഒരു ബീക്കറിലിരിക്കുന്ന വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്.
അപ്പൊ ഒരു ബീക്കറിനകത്ത് ഒരു ടംബ്ലറിനകത്ത്, വീട്ടിൽ ബീക്കർ ഇല്ലെങ്കിൽ നമ്മളൊരു ഗ്ലാസ് ടംബ്ലർ എടുക്കുക. ആ ടംബ്ലറിനകത്ത് ഒരു പകുതിയോ അല്ലെങ്കിൽ കാൽഭാഗമോ വെള്ളം നിറയ്ക്കുക. ഇനി ചെയ്യേണ്ട ആദ്യത്തെ പരിപാടി ഈ വാട്ടർ ലെവൽ ഒന്ന് മാർക്ക് ചെയ്യണം. അപ്പൊ ഞാനിവിടെ മാർക്ക് ചെയ്തപ്പോ ഇവിടുത്തെ ഹൈറ്റ് എന്ന് പറയുന്നത് ഒരു 10 സെന്റിമീറ്റർ ആണ് എനിക്ക് കിട്ടിയതെന്ന് സങ്കല്പിക്കുക. എന്താണ് ഗ്ലാസ് ടംബ്ലറിൽ എടുത്ത ആ ബീക്കറിനകത്ത് എടുത്ത വെള്ളത്തിന്റെ ആ ഉപരിതലം വരെയുള്ള ദൂരം എന്ന് പറയുന്നത് എത്ര സെന്റിമീറ്റർ എന്ന് കിട്ടി? 10 സെന്റിമീറ്റർ. ഞാൻ ചുമ്മാ ഒരു സംഖ്യ പറഞ്ഞതാണ്, 10 സെന്റിമീറ്റർ എന്ന് പറഞ്ഞതാണ്. ഇനി നോക്കുക, ഈ കയറിൽ കെട്ടി വെച്ചിരിക്കുന്ന ഈ കല്ലിനെ ഞാൻ ഇതിനകത്തേക്ക് ഇറക്കുക. ഇറക്കുമ്പോ എന്ത് സംഭവിക്കും? നിങ്ങൾക്ക് അറിയാം എന്ത് സംഭവിക്കും? ഈ കല്ലിനെ ഇതിനകത്തേക്ക് താഴ്ത്തുമ്പോ എന്ത് സംഭവിക്കും? വാട്ടർ ലെവൽ ഇങ്ങനെ ഉയർന്നു വരും അല്ലെ? എങ്ങനെ ഉയർന്നു വരും നമുക്ക് നോക്കാം. ഈ ഡ്രോപ്പ് അളവൊന്ന് ഇപ്പുറത്തോട്ടൊന്ന് മാറ്റി വരച്ച് നോക്കാം. അപ്പൊ ഞാൻ ഇതിനകത്തേക്ക് ആരെ ഇറക്കി? ആ കല്ലിനെ ഇറക്കി. അപ്പൊ എന്ത് ചെയ്തു? വാട്ടർ ലെവൽ എന്ത് ചെയ്തു? ഇൻക്രീസ് ചെയ്തു അല്ലെ? വാട്ടർ ലെവൽ ഇൻക്രീസ് ചെയ്തതിലൂടെ 10 എന്നുള്ളത് ഇപ്പൊ എത്രയായി എന്ന് സങ്കല്പിക്കുക? 15 സെന്റിമീറ്റർ ആയി ഉയർന്നു. അതായത് എത്ര സെന്റിമീറ്ററും കൂടെ ഉയർന്നു? 5 സെന്റിമീറ്ററും കൂടെ ഉയർന്നു. ആദ്യം ജലനിരപ്പ് എന്ന് പറയുന്നത് 10 സെന്റിമീറ്റർ ആയിരുന്നു. ഇപ്പൊ അത് എത്രയായി? 5 സെന്റിമീറ്റർ അല്ലെ? ഈ 5 സെന്റിമീറ്റർ ഉയരത്തിലേക്ക് വെള്ളം പൊങ്ങുവാനായിട്ട്, ജലം പൊങ്ങാനായിട്ട് കാരണം എന്തായിരുന്നത്? ആരുണ്ടായിരുന്നു? അതിനകത്തേക്ക് നമ്മൾ ആരെ ഇറക്കി? നൂലിൽ കെട്ടിയ കല്ലിനെ ഇറക്കി. അതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാക്കിയത്? കല്ലിന് ഇരിക്കാൻ എന്താവശ്യമാണ്? സ്പേസ് ആവശ്യമാണ് അല്ലെ? അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? നീഡ് സ്പേസ് ടു ഓക്കുപൈ എന്ന് പറയാം അല്ലെ? ആർക്ക്? സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്. ആർക്ക്? കല്ലിന് എന്ന് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പൊ കല്ലിന് ഇരിക്കാൻ സ്ഥലം ആവശ്യമായതുകൊണ്ട് കല്ല് എന്ത് ചെയ്തു? ആ വെള്ളത്തെ അങ്ങ് വകഞ്ഞു മാറ്റി. അപ്പൊ വെള്ളത്തിന് രണ്ട് വശത്തേക്ക് പോകാൻ പറ്റില്ല, താഴേക്ക് പോകാൻ പറ്റില്ല. കാരണം എന്തുകൊണ്ട്? അവിടെ ഗ്ലാസ് ഉണ്ട്. അപ്പൊ വെള്ളത്തിന് എങ്ങനെ മുകളിലേക്ക് മാത്രമേ പോകാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ എന്ത് ചെയ്തു? ആനുപാതികമായിട്ട് കല്ലിന് ഇരിക്കാൻ ആവശ്യമായ സ്ഥലത്തിന് ആനുപാതികമായിട്ട് ജലനിരപ്പ് മുകളിലേക്ക്. ഇത് നോക്കി, കല്ലെന്ന് പറയുന്ന എന്തവസ്ഥയിലുള്ളതായിരുന്നു? സോളിഡ് സ്റ്റേറ്റിലുള്ളതായിരുന്നില്ലേ? അപ്പൊ സോളിഡിന്റെ അടുത്തൊരു പ്രോപ്പർട്ടി നമുക്ക് ഇങ്ങനെ പറഞ്ഞൂടെ? എന്താണ്? നീഡ് സ്പേസ് ടു ഓക്കുപൈ. എന്താണ്? ഖരാവസ്ഥയുടെ അടുത്ത പ്രത്യേകത നമ്മൾ കണ്ടുപിടിച്ചു. ഖരാവസ്ഥയിലുള്ള പദാർത്ഥങ്ങൾക്ക് അല്ലെങ്കിൽ ഖരത്തിന് എന്താവശ്യമാണ്? സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ് എന്ന് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പൊ നോക്കിയേ, സോളിഡ്സിന്റെ രണ്ട് പ്രോപ്പർട്ടി, രണ്ട് എക്സ്പെരിമെന്റിലൂടെ, രണ്ട് കുഞ്ഞ് എക്സ്പെരിമെന്റിലൂടെ രണ്ട് പ്രത്യേകതകൾ നമ്മൾ പഠിച്ചു. എന്തൊക്കെയാണ്? ഒന്നാമത്തെ പ്രത്യേകത, സോളിഡ്സിന് മാസ് ഉണ്ട്. ഖരാവസ്ഥയ്ക്ക് അല്ലെങ്കിൽ ഖരവസ്തുക്കൾക്ക് എന്തുണ്ട്? മാസ് ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. രണ്ടാമത് എന്ത് പറഞ്ഞു? അവർക്ക് നീഡ് സ്പേസ് ടു ഓക്കുപൈ, സ്ഥിതി ചെയ്യാൻ എന്താവശ്യമാണ്? സ്ഥലം ആവശ്യമാണ് എന്ന് നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെയാണ് രണ്ട് കുഞ്ഞ് എക്സ്പെരിമെന്റ്. ഇനി നമ്മൾ ഇതുപോലെ ലിക്വിഡിന്റെ പ്രോപ്പർട്ടി ഒന്ന് നോക്കാലോ അല്ലെ? ആരുടെയാണ്? ദ്രാവകത്തിന്റെ പ്രോപ്പർട്ടി. ഓൾറെഡി നമ്മൾ ഈ ചെയ്ത എക്സ്പെരിമെന്റിൽ തന്നെ ഉണ്ട് ലിക്വിഡിന്റെ പ്രോപ്പർട്ടി. ഓക്കെ, നമ്മൾ ദാണ്ടെ ഇവിടെ ഒരു ടംബ്ലറിനകത്ത് അല്പം വെള്ളം എടുത്തു വെച്ചിരിക്കുകയാണ്. കണ്ടോ? ഈ വെള്ളത്തിന് ഇരിക്കാൻ ആവശ്യമായിട്ടൊരു സ്ഥലം വേണം അല്ലെ? അപ്പൊ ലിക്വിഡിനും എന്താവശ്യമാണ്? നീഡ് സ്പേസ് ടു ഓക്കുപൈ ആണല്ലോ. ലിക്വിഡിന് എന്താവശ്യമാണ്? സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ് എന്ന് നമ്മൾ ഈ പരീക്ഷണത്തിലൂടെ തന്നെ കണ്ടുപിടിച്ചില്ലേ? അപ്പൊ ഇത് നമുക്ക് വേണമെങ്കിൽ മൂന്നാമത്തെ എക്സ്പെരിമെന്റ് ആയിട്ട് പറയാം. ഓക്കെയാണോ? ഇനി അതുപോലെ തന്നെ വെള്ളത്തിന് ഭാരമില്ലായിരുന്നോടെ നമ്മള് വെറുതെ ഗ്ലാസ് എടുത്തു നോക്കിയപ്പോൾ അതിനൊരു ഭാരം ഉണ്ടായിരുന്നു. പക്ഷെ അതിനകത്ത് വെള്ളവും കൂടെ ഒഴിച്ചപ്പോൾ ഭാരം കൂടി. ഈ ഭാരം ആരുടെ ഭാരമാണ്? നമ്മുടെ ഈ അതിനകത്ത് ഒഴിച്ച വാട്ടറുടെ ഭാരമല്ലായിരുന്നു. അങ്ങനെയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? ലിക്വിഡിന് അല്ലെങ്കിൽ ആ നമ്മളെടുത്ത ഇവിടെ ലിക്വിഡിന് പകരമായിട്ട് നമ്മളുടെ എക്സ്പെരിമെന്റിന് എക്സാമ്പിൾ ആയിട്ട് എടുത്ത ആർക്ക്? വാട്ടറിന് എന്തുണ്ട്? മാസ് ഉണ്ട് എന്ന് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പൊ നമ്മൾ ലിക്വിഡിന്റെ രണ്ട് പ്രോപ്പർട്ടി ഇപ്പൊ കണ്ടുപിടിച്ചു. ലിക്വിഡ് സ്റ്റേറ്റിലുള്ള ഒബ്ജക്റ്റുകൾക്കും പദാർത്ഥങ്ങൾക്കും എന്തുണ്ട്? മാസും ഉണ്ട്. പിന്നെ അവർക്ക് എന്തുമാണ്? സ്ഥിതി ചെയ്യാൻ സ്ഥലവും ആവശ്യമാണ് എന്ന് നമ്മൾ സോളിഡിന്റെ രണ്ട് പ്രോപ്പർട്ടി പഠിച്ചു, ലിക്വിഡ് സ്റ്റേറ്റിന്റെ രണ്ട് പ്രോപ്പർട്ടി പഠിച്ചു. ഇനി ആനുപാതികമായിട്ട് നമുക്ക് ഗ്യാസിന്റെ രണ്ട് പ്രോപ്പർട്ടി നോക്കാം. ഗ്യാസിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടെന്ന് നോക്കാം. ഗ്യാസിന് ഇരിക്കാൻ സ്ഥലം ആവശ്യമാണ്. അവിടെ നമുക്ക് എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കാം. നമ്മൾ ഒരു വലിയ ഒരു പാത്രം എടുത്തു, അതിനകത്ത് പകുതി വെള്ളം നിറച്ചു അല്ലെ? ഇതിനകത്തേക്ക് ഒരു മഗ് ഞാനിങ്ങനെ ഇതിനകത്തേക്ക് എന്ത് ചെയ്യാണ്? കമഴ്ത്തി താഴ്ത്തുകയാണ്. നിങ്ങൾ ചെയ്തിട്ടുള്ളതാണ്. ഒരു ചരുവം, വീട്ടിൽ ഒരു വലിയ ചരുവത്തിനകത്ത് വെള്ളം നിറച്ചു വയ്ക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതിനകത്തൊരു പ്ലാസ്റ്റിക് ഒരു കപ്പ് എന്ത് ചെയ്യും? പതുക്കെ കമഴ്ത്തി ഇങ്ങനെ താഴ്ത്തി നോക്കുമ്പോൾ ഈ കപ്പിനകത്തേക്ക് വെള്ളം കയറാറുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാണ് ഈ കപ്പിനകത്തേക്ക് വെള്ളം കയറാഞ്ഞത്? പക്ഷേ ഈ വാട്ടർ ലെവൽ ഇങ്ങനെ പതുക്കെ ഉയരുന്നത് നമുക്ക് കാണാൻ പറ്റും.
എന്തുകൊണ്ടാണ് ഉയരുന്നത്? ഈ കപ്പിനകത്ത്, ഒഴിഞ്ഞ കപ്പിനകത്ത് ആരുണ്ടായിരുന്നു? എയർ ഉണ്ടായിരുന്നു. എയർ എന്ന് പറയുന്നത് എന്താണ്? ഗ്യാസ് അല്ലേ? ഗേഷ്യസ് ഫോമിലുള്ളതല്ലേ? വാതകാവസ്ഥയിലുള്ളതാണല്ലേ? അപ്പോ ഇയാൾക്ക് ഇരിക്കാൻ ആവശ്യമായിട്ട് എന്താവശ്യമാണ്? സ്ഥലമാണ് ആവശ്യമാണ് എന്ന് നമ്മൾ കണ്ടുപിടിച്ചല്ലേ? അപ്പൊ ഗ്യാസിനും ഒക്കുപ്പൈ ചെയ്യാൻ എന്താവശ്യമാണ്? സ്പേസ് ആവശ്യമാണ് എന്ന് നമുക്ക് ഈ എക്സ്പെരിമെന്റിലൂടെ കണ്ടുപിടിച്ചൂടെ? നമ്മൾ വീട്ടിൽ ചെയ്തിട്ടുള്ളതാണ്. എന്താണ്? വലിയൊരു ശരീരത്തിനകത്ത് വെള്ളം എടുത്തിട്ട് അതിനകത്തേക്ക് ഒരു കപ്പ്, ഒരു മഗ് എന്ത് ചെയ്തു? പതുക്കെ ഒന്ന് കമഴ്ത്തി നോക്കുമ്പോൾ ആ മഗ്ഗിനകത്തേക്ക് വെള്ളം കയറുന്നില്ല. എന്തുകൊണ്ട് കയറുന്നില്ല? മഗ്ഗിനകത്ത് ആരിരിപ്പുണ്ട്? വായു ഇരിപ്പുണ്ട്, എയർ ഇരിപ്പുണ്ട്. അപ്പൊ എയറിനെ ഒക്കുപ്പൈ ചെയ്യാൻ സ്പേസ് ആവശ്യമാണ് എന്ന് നമുക്ക് മനസ്സിലായി. ഇനി വായുവിന് മാസ് ഉണ്ടോ? അവിടെ നമുക്ക് നോക്കാം മാസ് ഉണ്ടോ എന്ന്. അതിനു വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന അടുത്ത എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്, ഞാൻ ഇങ്ങോട്ട് വരയ്ക്കുകയാണ്. ഒരു കമ്പോ ഒരു മരക്കഷ്ണമോ എന്തെങ്കിലും എടുത്തിട്ട് നമ്മൾ അതിന്റെ ഒത്ത നടുക്കൊരു നൂല് കെട്ടി, രണ്ടറ്റത്തും ഒരുപോലെയുള്ള രണ്ട് ബലൂണുകൾ കെട്ടി തൂക്കിയിട്ടുണ്ടോ? ഒരേപോലെയുള്ള രണ്ട് ബലൂണുകളാണ്. വരച്ചപ്പോ ഇങ്ങനെ ഇരിക്കുന്നതേ ഉള്ളൂ. പക്ഷെ എന്താണ്? ഒരേപോലത്തെ രണ്ട് ബലൂണുകൾ. ഇത് എ എന്ന് പറഞ്ഞ ബലൂണും, എനിക്ക് പറയാൻ ഞാനിവിടെ 1 എന്ന് കൊടുത്തു. ഇത് ഒന്നാമത്തെ ബലൂൺ, ഇത് രണ്ടാമത്തെ ബലൂൺ. ഓക്കെ, ഇത് ഒന്നാമത്തെ ബലൂൺ, ഇത് രണ്ടാമത്തെ ബലൂൺ ആണല്ലോ. ഇത് നോക്കിയേ, ഇപ്പൊ നോക്കി ഒരേപോലത്തെ ബലൂൺ ആണ് എങ്കിൽ ഇവിടെ കമ്പ് ഇങ്ങനെ നേരെ നിൽക്കണം അല്ലെ? ത്രാസൊക്കെ ലെവൽ ചെയ്ത് നിൽക്കുന്നത് പോലെ ഈ കമ്പ് ഇങ്ങനെ ലെവലായിട്ട് നിൽക്കണം. വരച്ചപ്പോ ചരിഞ്ഞിരിക്കുന്നതാണ്, പക്ഷെ എങ്ങനെയാണ്? ലെവലിലാണ് ഇരിക്കുന്നത്. ഓക്കെ, ഇനി ഞാൻ ഈ രണ്ടാമത്തെ ബലൂണിന്റെ മുകളിൽ ഒരു സെല്ലോ ടേപ്പ് ഒട്ടിച്ചു. എന്നിട്ട് ഈ സെല്ലോ ടേപ്പിന്റെ മുകളിലൂടെ ഞാൻ അതിനെ ഒന്ന് കുത്തിപ്പൊട്ടിച്ചു. എന്തിനാ സെല്ലോ ടേപ്പ് ഒട്ടിച്ച് കുത്തിപ്പൊട്ടിക്കുന്നു? നമുക്കറിയാം, അല്ലാതെ ഡയറക്റ്റ് ആയിട്ട് ഈ ബലൂണിനെ കുത്തിപ്പൊട്ടിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ബലൂൺ അങ്ങ് പൊട്ടിപ്പോകും. അപ്പൊ നമുക്ക് എക്സ്പെരിമെന്റ് കറക്റ്റ് കാണാൻ പറ്റില്ല. നമ്മൾ സെല്ലോ ടേപ്പിന്റെ മുകളിലൂടെ ഇതിനെ കുത്തിപ്പൊട്ടിക്കുമ്പോൾ എന്ത് ചെയ്യും? പതുക്കെ കാറ്റ് പുറത്തേക്ക് പോകും അല്ലെ? ഇതിനകത്ത് ഇരിക്കുന്ന വായു, എയർ പതുക്കെ അങ്ങ് പുറത്തേക്ക് പോകും. അപ്പൊ നമുക്ക് എന്ത് സംഭവിക്കും? ഇതിനകത്ത് നിന്ന് വായു ഇങ്ങനെ കുറഞ്ഞു പോകും അല്ലെ? വായു ഇങ്ങനെ കുറഞ്ഞു പോകുമ്പോൾ ഈ ബലൂൺ ഇങ്ങനെ ചുറ്റിച്ചുളിയും അല്ലെ? ചുളിയുമ്പോൾ ഓൾറെഡി ഏത് ഭാഗം താഴും? ഈ ഭാഗം ഇങ്ങനെ താഴ്ന്നു വരും. അതായത് ഒന്നാമത്തെ ബലൂൺ എന്ത് ചെയ്യും? ആ ഭാഗം ഇങ്ങനെ താഴ്ന്നു വരും. എന്തുകൊണ്ടാണ് താഴ്ന്നു വന്നത്? ഇവിടെ ആളുണ്ട്, ഇവിടെ ആളില്ല. ഇവിടെ താഴ്ന്നമെങ്കിൽ ആളുള്ളപ്പോ ആൾക്കാർക്ക് എന്തുകൊണ്ട്? മാസ് ഉള്ളത് കൊണ്ടല്ലേ അതിങ്ങനെ താഴ്ന്നു വന്നത്. അത്രയേ ഉള്ളൂ. അപ്പോ എന്ത് ചെയ്തു? ഈ എക്സ്പെരിമെന്റിലൂടെ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? ഗ്യാസിനും എന്തുണ്ട് എന്ന് കണ്ടുപിടിച്ചു, മാസ് ഉണ്ട് എന്ന് നമ്മൾ കണ്ടുപിടിച്ചു. ഓൾറെഡി നമുക്ക് ഗ്യാസിന് ഒക്കുപ്പൈ ചെയ്യാൻ സ്പേസ് ആവശ്യമാണ് എന്ന് നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു അല്ലെ? ഇങ്ങനെ ഒരു കുഞ്ഞ 6 എക്സ്പെരിമെന്റിലൂടെ നമ്മൾ ആരുടെയൊക്കെ പ്രത്യേകതകൾ കണ്ടുപിടിച്ചു? സോളിഡിന്റെ 2 പ്രത്യേകത, ലിക്വിഡിന്റെ 2 പ്രത്യേകത, ഗ്യാസിന്റെ 2 പ്രത്യേകത, ഖരാവസ്ഥയുടെ 2 പ്രത്യേകത, ദ്രാവകാവസ്ഥയുടെ 2 പ്രത്യേകത, വാതകാവസ്ഥയുടെ 2 പ്രത്യേകത ഒക്കെ നമ്മൾ കണ്ടുപിടിച്ചു ആണല്ലോ. അപ്പൊ നോക്കിയേ, നമുക്കറിയാം മാറ്റർ എന്ന് പറയുന്നത് ഏതൊക്കെ സ്റ്റേറ്റിലുള്ളതാണ്? സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. ഇനിയും സ്റ്റേറ്റുകളുണ്ട്. നമുക്കറിയാവുന്ന പദാർത്ഥങ്ങൾ, ഖരാവസ്ഥയിലുള്ള പദാർത്ഥങ്ങളുണ്ട്, ദ്രാവകാവസ്ഥയിലുള്ള പദാർത്ഥങ്ങളുണ്ട്, വാതകാവസ്ഥയിലെ പദാർത്ഥങ്ങൾ സ്ഥിതി ചെയ്യുന്നു എന്ന് നമുക്കറിയാം. നോക്കിയേ, അങ്ങനെയാണെങ്കിൽ മാറ്ററിന് ഒരു ഡെഫിനിഷൻ കൊടുക്കാനായിട്ട് നമുക്ക് ഇതിൽ നിന്ന് തന്നെ കിട്ടിക്കൂടെ? സോളിഡിന്റെ ഡെഫിനിഷനും ലിക്വിഡിന്റെ ഡെഫിനിഷനും അല്ലെങ്കിൽ ഗ്യാസിന്റെ പ്രോപ്പർട്ടി, ഇവരുടെ മൂന്നിന്റെയും പ്രോപ്പർട്ടിയൊക്കെ കൺക്ലൂഡ് ചെയ്തിട്ട് അതിനെല്ലാം കൂടെ യോജിപ്പിച്ചുകൊണ്ട് നമുക്ക് മാറ്ററിന്റെ ഡെഫിനിഷനിലേക്ക് വന്നൂടെ? അപ്പോ ദാ പറയുന്നു മാറ്ററിന്റെ ഡെഫിനിഷനും. മാറ്റർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എനിത്തിങ് ദാറ്റ് ഓക്കുപൈസ് സ്പേസ് ആൻഡ് ഹാസ് മാസ്. സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമായിട്ടുള്ളതും ഭാരമുള്ളതുമായ, മാസ് ഉള്ളതുമായ എന്തിനേയും നമുക്ക് എന്തെന്ന് വിളിക്കാം? പദാർത്ഥം അഥവാ ദ്രവ്യം അഥവാ മാറ്റർ എന്ന് പറയാം. അപ്പൊ എന്താ മാറ്റർ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് തന്നെ നമുക്ക് കിട്ടി. എന്താണ് മാറ്റർ എന്ന് പറഞ്ഞാൽ? ഈസ് എനിത്തിങ്, അതെന്തുമാകാം, ദാറ്റ് ഓക്കുപൈസ് സ്പേസ് ആൻഡ് ഹാസ് മാസ്. സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമായിട്ടുള്ളതും മാസ് ഉള്ളതുമായ എന്തിനേയും നമുക്ക് എന്തെന്ന് വിളിക്കാം? മാറ്റർ എന്ന് വിളിക്കാം. ഓക്കെ ആണോ? അപ്പൊ ഇനി നമുക്ക് മാറ്ററിന്റെ ഡിഫറെന്റ് സ്റ്റേറ്റുകളിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോ ചാപ്റ്ററിലെ ആദ്യ സെക്ഷൻ മാറ്റർ എന്നാൽ എന്ത് എന്ന് നമ്മൾ പഠിച്ചു. എന്തായിരുന്നു മാറ്റർ? ഇറ്റ് ഈസ് എനിത്തിങ് ദാറ്റ് ഓക്കുപൈസ് സ്പേസ് ആൻഡ് ഹാസ് മാസ് അല്ലെ? എന്തായിരുന്നു? സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമായിട്ടുള്ളതും മാസ് ഉള്ളതുമായ എന്തിനെ നമ്മൾ എന്തെന്ന് വിളിച്ചു? മാറ്റർ എന്ന് വിളിച്ചു. ഇനി ഡിഫറെന്റ് സ്റ്റേറ്റുകളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതെയാണ് മാറ്ററിന്റെ ഡിഫറെന്റ് സ്റ്റേറ്റ്സുകൾ, അല്ലെങ്കിൽ പലതരത്തിലുള്ള അവസ്ഥകൾ. ഏതൊക്കെ അവസ്ഥകളിൽ മാറ്റർ പഠിക്കാനുണ്ട് എന്ന് നമുക്ക് അറിയാവുന്ന കുറെ അവസ്ഥകളുണ്ട്. നമുക്കറിയാം സോളിഡ്, ഖരാവസ്ഥയിലെ പദാർത്ഥങ്ങൾ സ്ഥിതി ചെയ്യുന്നു. ഇനി നമുക്കറിയാവുന്ന അടുത്തതാണ് ലിക്വിഡ്.
അതായത് ദ്രാവകാവസ്ഥയിലും പദാർത്ഥങ്ങൾ സ്ഥിതി ചെയ്യുന്നു. ഇനി 3 ഗ്യാസ്, വാതകാവസ്ഥയിലും പദാർത്ഥങ്ങൾ സ്ഥിതി ചെയ്യുന്നു നമുക്കറിയാം. ഇനി 4ാമത്തെ നമ്മൾ പഠിക്കാൻ പോകുന്ന അടുത്ത അവസ്ഥ, പദാർത്ഥത്തിന്റെ പുതിയ അവസ്ഥ അല്ലെങ്കിൽ പദാർത്ഥത്തിന്റെ 4ാമത്തെ അവസ്ഥ എന്ന് പറയുന്നത് എന്താണ്? പ്ലാസ്മ സ്റ്റേറ്റ് ആണ്. എന്താണ് സ്റ്റേറ്റ്? ഓർത്തു വയ്ക്കുക, പ്ലാസ്മ സ്റ്റേറ്റ്. പുതുതായിട്ട് പഠിച്ചതാണ്. അപ്പോൾ സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് നമുക്ക് അറിയാവുന്നതാണ്. പ്ലാസ്മ എന്ന് പറയുന്ന സ്റ്റേറ്റ് ആരുടെ? മാറ്ററിന്റെ 4ാമത്തെ സ്റ്റേറ്റ് ആണ് എന്തെന്ന് പറയുന്നത് പ്ലാസ്മ എന്ന് പറയുന്നത്. കേട്ടിട്ടുണ്ടോ പ്ലാസ്മ സ്റ്റേറ്റിനെ പറ്റിയിട്ട്? നമുക്കറിയാം നക്ഷത്രങ്ങളുണ്ട്, സൂര്യൻ ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ ഈ നക്ഷത്രങ്ങളില് മാറ്റർ ഇരിക്കുന്ന അവസ്ഥയാണ് എന്തവസ്ഥ എന്ന് പറയുന്നത്? പ്ലാസ്മ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെയാണ്. അതായത് എന്താ അവിടെ പ്രത്യേകത? നക്ഷത്രങ്ങളുടെ പ്രത്യേകത എന്താ? നക്ഷത്രങ്ങൾക്കുള്ളിൽ എന്ത് കൂടുതലാണ്? ചൂട് കൂടുതലാണ്. അപ്പൊ ചൂട് കൂടിയ അവസ്ഥയില് മാറ്റർ, പദാർത്ഥങ്ങൾ ഇരിക്കുന്നത് എന്തവസ്ഥയിലാണ്? പ്ലാസ്മ സ്റ്റേറ്റിലാണ്. പ്ലാസ്മയുടെ നല്ലത് പ്ലാസ്മ തന്നെയാണ്. ഇനി 5ാമത്തെ അവസ്ഥ എന്ന് പറയുന്നത് ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. എന്താണ്? ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. അപ്പോ ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് കൂടുതൽ പഠിക്കാനില്ല, കാണാതെ പഠിച്ചാൽ മതി. എന്താണ്? മാറ്ററിന്റെ 5ാമത്തെ അവസ്ഥയാണ് എന്തെന്ന് പറയുന്നത്? ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് എന്ന് പറയുന്നത്. ഇനി 6ാമത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഫെർമിയോണിക് കണ്ടൻസേറ്റ്. എന്താണ്? ഫെർമിയോണിക് കണ്ടൻസേറ്റ്. ഇതും പഠിച്ചു വരുന്നാൽ മതി. ഇനിയുള്ള അവസ്ഥകളെ നമ്മൾ എന്തെന്ന് വിളിക്കും? സൂപ്പർ ഫ്ലൂയിഡ് സ്റ്റേറ്റുകൾ എന്ന് വിളിക്കും. എന്തെന്ന് വിളിക്കും? സൂപ്പർ ഫ്ലൂയിഡ് സ്റ്റേറ്റുകൾ. അപ്പൊ ഇത് 3ഉം നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനില്ല. എന്തെന്ന് അറിഞ്ഞിരിക്കുക, ഈ ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് 5ാമത്തെ പദാർത്ഥത്തിന്റെ 5ാമത്തെ അവസ്ഥയാണ് എന്ന് അറിഞ്ഞിരിക്കുക. 6ാമത്തെ അവസ്ഥയാണ് ഫെർമിയോണിക് കണ്ടൻസേറ്റ് എന്ന് അറിഞ്ഞിരിക്കുക. ഇനി അതിനുശേഷമുള്ള അവസ്ഥകളെ സൂപ്പർ ഫ്ലൂയിഡ് സ്റ്റേറ്റ് എന്നും ആണ് എന്ന് പറയുന്നത് എന്നുമാണ് അറിഞ്ഞിരിക്കുക. അപ്പൊ ഇതൊക്കെ നമ്മൾ കൃത്രിമമായിട്ട് ഉണ്ടാക്കുന്ന അവസ്ഥകളാണ്. അപ്പോ ഓർത്തു വയ്ക്കുക, ഈ ഓർഡർ പഠിച്ചു വയ്ക്കുക. ഡിഫറെന്റ് സ്റ്റേറ്റുകൾ, പദാർത്ഥത്തിന്റെ വിവിധങ്ങളായ അവസ്ഥകൾ പഠിച്ചു വയ്ക്കുക. എന്തൊക്കെയാണ്? സോളിഡ് 1ാമത്തെ അവസ്ഥ എന്താണ്? സോളിഡ്. 2ാമത്തെ അവസ്ഥ ലിക്വിഡ്. 3ാമത്തെ അവസ്ഥ ഗ്യാസ്. 4ാമത്തെ അവസ്ഥ പ്ലാസ്മ. 5ാമത്തെ അവസ്ഥ എന്താണ്? ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. 6ാമത്തെ ഫെർമിയോണിക് കണ്ടൻസേറ്റ്. 7ാമത്തെ എന്താണ്? സൂപ്പർ ഫ്ലൂയിഡ് സ്റ്റേറ്റുകൾ. ഓക്കെയാണോ? അപ്പൊ ഈ ഓർഡർ പഠിച്ച് വയ്ക്കണം. അപ്പൊ 2 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. എന്തൊക്കെയാണ് 2 കാര്യങ്ങൾ പറഞ്ഞത്? നമ്മൾ എക്സ്പെരിമെന്റിലൂടെ ആരുടെ ഡെഫിനിഷൻ കണ്ടുപിടിച്ചു? മാറ്ററിന്റെ ഒരു സിമ്പിൾ ഡെഫിനിഷൻ കണ്ടുപിടിച്ചു. അതിനുശേഷം മാറ്ററിന്റെ, പദാർത്ഥത്തിന്റെ വിവിധങ്ങളായ അവസ്ഥകളുടെ ആ ഓർഡർ, ആ പേര് നമ്മൾ പഠിച്ചു. ഇനി നോക്കിയേ, ഈ മാറ്ററിനകത്ത് എന്താണ് ഉള്ളത് എന്ന് നമുക്ക് അറിയണ്ടേ? അപ്പോ ഈ മാറ്റർ എന്തുകൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് അത് നമുക്കറിയോ? പദാർത്ഥങ്ങൾ എന്തുകൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് നമുക്കറിയോ? നമ്മളൊരു എക്സ്പെരിമെന്റ് ചെയ്യാം. ഒരു ബീക്കറിനകത്ത് എന്തെടുത്തു? വീണ്ടും വെള്ളം എടുത്തു അല്ലെ? നേരത്തെ നമ്മളൊരു ബീക്കറിനകത്ത് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ. അതിനകത്തേക്ക് നമ്മൾ ഒരു സ്പൂൺ പഞ്ചസാര ഇതിനകത്തേക്ക് ആഡ് ചെയ്യും. അപ്പൊ എന്താ ചെയ്യുന്നത്? ഒരു ബീക്കറിനകത്ത് കുറച്ച് വെള്ളം എടുത്തു, അതിനകത്തേക്ക് എന്തിട്ട് കൊടുത്തു? ഒരു സ്പൂൺ പഞ്ചസാരയും ഇട്ട് കൊടുത്തു. എന്നിട്ട് നല്ലപോലെ അതിനെ ഇളക്കി ഇതിനകത്തേക്ക് യോജിപ്പിച്ചു അല്ലെ, അങ്ങ് ലയിപ്പിച്ചു. അതായത് പഞ്ചസാര ഇതിനകത്തേക്ക് നല്ലപോലെ അങ്ങ് ഡിസോൾവ് ചെയ്യിച്ചു. ഇനി നമുക്ക് എന്നിട്ട് എന്ത് ചെയ്യാൻ നോക്കുക? നമ്മളെടുത്ത് ആ പഞ്ചസാര കലക്കി വെച്ചിരിക്കുന്ന ഈ വെള്ളം നമ്മളൊന്ന് എന്ത് ചെയ്തു? ടേസ്റ്റ് ചെയ്യുന്നു. നമുക്ക് എന്ത് മനസ്സിലായി? മധുരം. നമുക്ക് നാവിൽ എന്ത് കിട്ടി? മധുരം കിട്ടി അല്ലെ? സ്വീറ്റ് അല്ലെ? കിട്ടിയല്ലോ. പക്ഷെ നമുക്ക് പഞ്ചസാരയെ കാണാൻ പറ്റിയോ? പഞ്ചസാര തരികളെ നമുക്ക് കാണാൻ പറ്റിയോ? ഇല്ല. പക്ഷെ പഞ്ചസാരയുടെ സാന്നിധ്യം ഇതിനകത്തില്ലേ? പ്രസൻസ് ഉണ്ട് അല്ലെ? നമുക്ക് കാണാൻ പറ്റിയില്ല, പക്ഷെ പ്രസൻസ് ഇതിനകത്തുണ്ട്. അതിന്റെ അർത്ഥം എന്താ? പഞ്ചസാരയുടെ സ്വഭാവത്തിന് കാരണം, പഞ്ചസാര എന്ന് പറഞ്ഞ, ഷുഗർ എന്ന് പറഞ്ഞ ഈ മാറ്ററിന്റെ സ്വഭാവത്തിന് കാരണം അതിനകത്തിരിക്കുന്ന ആരാണ്? സൂക്ഷ്മ കണങ്ങളല്ലേ? ആ സൂക്ഷ്മ കണങ്ങളെ ഞാൻ വിളിച്ചു എന്തെന്ന് വിളിച്ചു? ടൈനി പാർട്ടിക്കിൾസ് എന്ന് വിളിച്ചു. എന്തെന്ന് വിളിച്ചു? ടൈനി പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ സൂക്ഷ്മ കണങ്ങൾ എന്ന് പറഞ്ഞു. അപ്പൊ ഏതൊരു പദാർത്ഥവും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ടൈനി പാർട്ടിക്കിളുകൾ കൊണ്ടാണ്. അല്ലെങ്കിൽ ഏത് മാറ്ററും മെയ്ഡ് ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ടൈനി പാർട്ടിക്കിളുകൾ കൊണ്ടാണ്. ഈ ടൈനി പാർട്ടിക്കിളുകൾക്ക്
ആരുടെ പ്രോപ്പർട്ടി കാണും? ആ മാറ്ററിന്റെ, ആ പദാർത്ഥത്തിന്റെ എല്ലാ സവിശേഷതകളും കാണും. ഇനി നോക്കി, ചൈനീസ് പാർട്ടിക്കിളുകളെ നമുക്ക് കാണാൻ പറ്റിയായിരുന്നോ? ഇതിനകത്തേക്ക് ലയിച്ചു ചേർന്ന പഞ്ചസാര തരിയെ നമുക്ക് കാണാൻ പറ്റൂ? ഇല്ല, പഞ്ചസാര തരി നമ്മൾ ഇട്ടപ്പോ കണ്ടു, പക്ഷെ ലയിച്ചു ചേർന്ന പഞ്ചസാര ലായനിയായപ്പോ നമുക്ക് കാണാനായിട്ട് പറ്റിയില്ല. അതിന്റെ അർത്ഥം എന്താ? ചൈനീസ് പാർട്ടിക്കിളുകളെ നേക്കഡ് ആയി കൊണ്ട് നമുക്ക് ഒബ്സർവ് ചെയ്യാനായിട്ടും കഴിയില്ല. സൂക്ഷ്മ കണങ്ങളെ നമുക്ക് നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണുവാനും സാധിക്കില്ല. അപ്പോ മാറ്റർ എല്ലാം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ചൈനീസ് പാർട്ടിക്കിളുകൾ കൊണ്ടാണ്. എന്തായിരുന്നു ചൈനീസ് പാർട്ടിക്കിളുകൾ എന്ന് പറഞ്ഞാൽ? പദാർത്ഥം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന അടിസ്ഥാന കണങ്ങളാണ് ആര് എന്ന് പറയുന്നത്? സൂക്ഷ്മ കണങ്ങൾ, ചൈനീസ് പാർട്ടിക്കിൾസ്. ഈ ചൈനീസ് പാർട്ടിക്കിളുകൾക്ക് ആരുടെ സ്വഭാവം കാണും? ആ മാറ്ററിന്റെ പ്രോപ്പർട്ടി കാണും. നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? നഗ്ന നേത്രങ്ങൾ കൊണ്ട്, നേക്കഡായി കൊണ്ട് ചൈനീസ് പാർട്ടിക്കിളുകളെ കാണാനും കഴിയില്ല. നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് വേറെ എക്സ്പെരിമെന്റും കൊടുത്തിട്ടുണ്ട്. എന്താണ്? ബീക്കറിലെ വെള്ളത്തിലേക്ക് അല്പം പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആഡ് ചെയ്യുന്ന ഒരു എക്സ്പെരിമെന്റും കിടപ്പുണ്ട്. പൊട്ടാസ്യം പെർമാംഗനേറ്റ് നമുക്ക് മേടിക്കാനായിട്ട് കിട്ടും. അപ്പൊ വീട്ടിലൊന്നും ചെയ്തു നോക്കുക. ഒരു വയലറ്റ് കളറുള്ള ക്രിസ്റ്റൽ ആണ് ആരെന്ന് പറയുന്നത്? പൊട്ടാസ്യം പെർമാംഗനേറ്റ്. അതിനെ എടുത്ത് ഇതിനകത്തേക്ക് ഇടുമ്പോൾ, ഈ വെള്ളത്തിനകത്തേക്ക് ഇടുമ്പോൾ എന്ത് സംഭവിക്കും? ഈ വെള്ളത്തിനും എന്ത് നിറം കിട്ടും? മൊത്തം വയലറ്റ് നിറമായിട്ട് കിട്ടും. അതിന്റെ അർത്ഥം എന്ത് തന്നെയാണ്? പൊട്ടാസ്യം പെർമാംഗനേറ്റിന്റെ ഓരോ ക്രിസ്റ്റലുകളും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതും എന്തുകൊണ്ടാണ്? ചൈനീസ് പാർട്ടിക്കിളുകൾ, സൂക്ഷ്മ കണങ്ങൾ കൊണ്ടാണ് എന്നല്ലേ അതിന്റെ അർത്ഥം. അപ്പൊ നമ്മൾ ചെറിയ മൂന്ന് കാര്യങ്ങളാണ് പഠിച്ചത്. എന്തൊക്കെയാ മൂന്ന് കാര്യങ്ങൾ പഠിച്ചത്? എന്താണ് മാറ്റർ, അല്ലെ? പിന്നെ എന്ത് പഠിച്ചു? മാറ്ററിന്റെ ഡിഫറെന്റ് സ്റ്റേറ്റുകൾ, പദാർത്ഥത്തിന്റെ വിവിധ അവസ്ഥകൾ നമ്മൾ പറഞ്ഞു. അടുത്ത എന്ത് പറഞ്ഞു? പദാർത്ഥങ്ങൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ആ കണങ്ങൾ, അവരെ ടൈനി പാർട്ടിക്കിളുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഓക്കെ ആണോ? ഇനി നോക്കിയേ, നമുക്ക് പഠിക്കാനുള്ള സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. ബാക്കി 4, 5, 6, 7 ഒക്കെ അവസ്ഥകൾ നമ്മൾ ഓർത്തു വയ്ക്കാൻ മതി. പക്ഷേ ഈ സോളിഡിലും ലിക്വിഡിലും ഗ്യാസിലും, അതായത് ഖരാവസ്ഥയിലും ദ്രാവകാവസ്ഥയിലും വാതകാവസ്ഥയിലുമുള്ള പദാർത്ഥങ്ങളിൽ എല്ലാത്തിലും ടൈനി പാർട്ടിക്കിൾ, സൂക്ഷ്മ കണങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞു, അല്ലെ? അങ്ങനെയാണെങ്കിൽ എല്ലാത്തിലും ഇരിക്കുന്ന ടൈനി പാർട്ടിക്കിളുകൾ എങ്ങനെ ഇരിക്കുന്നു എന്ന് നമുക്ക് നോക്കണ്ടേ? നോക്കിയാലോ? അപ്പൊ സോളിഡ് സ്റ്റേറ്റില് ടൈനി പാർട്ടിക്കിൾ എങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നു എന്ന് നമുക്ക് ഒരു പടം വരയ്ക്കും മനസ്സിലാവും. ഇതെല്ലാം ടൈനി പാർട്ടിക്കിളുകളാണ്. കണ്ടോ? നോക്കിയേ, ഈ ഓരോ സർക്കിളും എന്താണ്? ടൈനി പാർട്ടിക്കിളുകളാണ്. ഇത് എന്താണ്? സോളിഡിനകത്തുള്ള ടൈനി പാർട്ടിക്കിളുകൾ, അല്ലെങ്കിൽ സോളിഡിനകത്തുള്ള ഖരാവസ്ഥയിലുള്ള പദാർത്ഥത്തിന്റെ അകത്തുള്ള ഈ സൂക്ഷ്മ കണങ്ങൾ അറേഞ്ച് ചെയ്തിരിക്കുന്നതിന്റെ ഫിഗർ ആണ് വരച്ചിരിക്കുന്നത്. ഇനി ലിക്വിഡ് സ്റ്റേറ്റിൽ ഇരിക്കുമ്പോൾ നമ്മൾ എങ്ങനെ എടുക്കും? ഒരു ബീക്കറോ എന്തെങ്കിലും എടുക്കുക. കാര്യം അതൊന്ന് ഒഴുകി പോയാലോ ലിക്വിഡ്, അതിനകത്തുള്ള പാർട്ടിക്കിളുകളെ ഞാൻ ഇങ്ങനെ വരച്ചു. കണ്ടോ? ഇതിനകത്തും പാർട്ടിക്കിളുകളുണ്ട് ആണല്ലോ. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, എല്ലാ മാറ്ററിനകത്തും എന്തുണ്ട്? എല്ലാ പദാർത്ഥത്തിനകത്തും എന്തുണ്ട്? ടൈനി പാർട്ടിക്കിൾ ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. ഇപ്പൊ എന്താ നോക്കുന്നത്? നമ്മൾ ഓരോ സ്റ്റേറ്റിനകത്ത്, ഈ 3 സ്റ്റേറ്റിനകത്തുള്ള സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്, ഈ 3 സ്റ്റേറ്റിനകത്ത് ഈ പാർട്ടിക്കിളുകൾ എങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നു എന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അതിനു വേണ്ടിയിട്ട് 2 പടം വരച്ചു. ഇനി അടുത്തത് ഗ്യാസ് വരയ്ക്കുമ്പോൾ നമുക്ക് പാർട്ടിക്കിളുകളെ നമുക്ക് ഇങ്ങനെ വെറുതെ കാണിക്കാനേ പറ്റൂ. കാര്യം എന്താ? അതിങ്ങനെ പറന്നങ്ങ് പോകും, അല്ലെ? നമുക്ക് ഇങ്ങനെ പിടിച്ചു വെച്ചു കഴിഞ്ഞാൽ അടച്ചു വയ്ക്കാത്തടത്തോളം കാലം അതെന്ത് ചെയ്യില്ല, അടങ്ങി ഒതുങ്ങിയിരിക്കില്ല എന്ന് നമുക്കറിയാം, അല്ലെ? അപ്പൊ ഗ്യാസ് നോക്കിയേ, 3നകത്തുമുള്ള പാർട്ടിക്കിളുകളെ ഞാൻ ഇങ്ങനെ വരച്ചു. ഇനി നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും എന്തൊക്കെയാ പ്രത്യേകതകൾ. എല്ലാത്തിനകത്തും പാർട്ടിക്കിൾ ഉണ്ട്. നോക്കിയേ, സോളിഡ് സ്റ്റേറ്റിലെ ഖരാവസ്ഥയില് പാർട്ടിക്കിളുകൾ ഇരിക്കുന്നത് എങ്ങനെയാണ്? വളരെ വളരെ അടുത്തടുത്തായിട്ടാണ് ഇരിക്കുന്നത്, അല്ലെ? എന്തുകൊണ്ടാണ് അവർ അടുത്തടുത്തായിട്ട് ഇരിക്കാൻ കാരണം? ഇതിനകത്ത് സോളിഡ് സ്റ്റേറ്റിലുള്ള അല്ലെങ്കിൽ ഖരാവസ്ഥയിലുള്ള അതിനകത്തുള്ള കണികകൾ തമ്മിലുള്ള അട്രാക്ഷൻ, ആകർഷണ ബലം എന്താണ്? കൂടുതലാണ്. അപ്പൊ ഇങ്ങനെ പറയാം, ഖരാവസ്ഥയിലെ കണികകൾ തമ്മിലുള്ള, അതിനകത്തുള്ള ഖരാവസ്ഥയിലുള്ള പദാർത്ഥങ്ങളിലെ കണികകൾ തമ്മിലുള്ള ആകർഷണ ബലം എന്താണ്? വളരെ കൂടുതലാണ്. ആകർഷണം അല്ലെങ്കിൽ അട്രാക്ഷൻ വളരെ കൂടുതലായതുകൊണ്ട് അവർ വളരെ വളരെ അടുത്തായിട്ടാണ് ഇരിക്കുന്നത്. ഇങ്ങനെ അടുത്തായിട്ടിരിക്കുന്നത് കൊണ്ടാണ് എല്ലാ സോളിഡ്സിനും എന്ത് കിട്ടുന്നത്? ഒരു ഡെഫിനിറ്റ് ഷേപ്പ് കിട്ടുന്നത്. നമുക്കറിയാം സോളിഡ്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഖരത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? അവർക്ക് എന്തുണ്ട്? ഒരു ഷേപ്പ് ഉണ്ട് എന്നതല്ലേ? അപ്പൊ സോളിഡ്സിന് എന്തുകൊണ്ടാണ് ഒരു ഷേപ്പ് കിട്ടാൻ കാരണം?
സോളിഡ് സ്റ്റേറ്റിനകത്തിരിക്കുന്ന പാർട്ടിക്കിളുകൾ തമ്മിൽ എന്ത് കൂടുതലാണ്? ഒരു സ്ട്രോങ് അട്രാക്ഷൻ ആണുള്ളത്. ഇങ്ങനെ സ്ട്രോങ് അട്രാക്ഷൻ ഉള്ളപ്പോൾ അവർ തമ്മിലുള്ള അകലം കൂടുതലാണ്, അല്ലെങ്കിൽ അവർ തമ്മിൽ പാർട്ടിക്കിളുകൾ തമ്മിൽ വളരെ അടുത്തടുത്തായിട്ടിരിക്കും. അതുകൊണ്ട് അവർക്കൊരു എന്ത് കാണും? ഒരു ഡെഫിനിറ്റ് ഷേപ്പ് കാണും. ഇത് നോക്കിയ ഷേപ്പ് ഉണ്ട്. ഖരാവസ്ഥ ഒരു കല്ലിനെ ഞാൻ എടുത്തു വെച്ച് കഴിഞ്ഞാൽ കല്ലങ്ങ് ഒഴുകി പോകുമോ, അല്ലെങ്കിൽ കല്ലങ്ങ് പറന്നു പോകുമോ? ഇല്ല. എന്തുകൊണ്ടാ പറന്നു പോകാതെ? പറന്നു പോകണമെങ്കിലും ഒഴുകി പോകണമെങ്കിൽ ആ പാർട്ടിക്കിളുകൾക്ക് എന്ത് വേണം? ഖരാവസ്ഥയിലുള്ള പാർട്ടിക്കിളിന് എന്ത് വേണം? ഒരു എനർജി വേണം, അല്ലെ? നോക്കിയേ, ഒഴുകി പോകാത്ത കാരണം എന്താണ്? ഈ സോളിഡ് സ്റ്റേറ്റിലിരിക്കുന്ന പാർട്ടിക്കിളുകൾക്ക് എനർജി എന്താണ്? വളരെ കുറവാണ്. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ പറയാം. സോളിഡ് സ്റ്റേറ്റിനകത്തിരിക്കുന്ന പാർട്ടിക്കിളുകൾ വളരെ അടുത്തടുത്തായിട്ടിരിക്കുന്നു, ക്ലോസ്ലി പാക്ഡ് ആണ്. അവരുടെ ആ പാർട്ടിക്കിളുകൾ തമ്മിലുള്ള അട്രാക്ഷൻ വളരെ കൂടുതലാണ്. ക്ലോസ്ലി പാക്ഡ് ആയതുകൊണ്ട് തന്നെ, വളരെ അടുത്തായതുകൊണ്ട് തന്നെ അവർ തമ്മിലുള്ള അകലം ഇല്ല. അവർ തമ്മിൽ എന്തുണ്ട്? പാർട്ടിക്കിളുകൾ, കണികകൾ തമ്മിൽ അകലമുണ്ടോ? ഇല്ല. ഇനി അതുപോലെ തന്നെ അവർക്ക് എന്തും വളരെ കുറവാണ്, എനർജി വളരെ കുറവുമാണ്. അടുത്തടുത്തായിട്ടിരിക്കുന്നതും അട്രാക്ഷൻ കൂടുതലായതുകൊണ്ട് തന്നെ സോളിഡ്സിന് എന്തും കാണും? ഒരു ഡെഫിനിറ്റ് ഷേപ്പും കാണും. ഓക്കെ ആണോ? അപ്പൊ സോളിഡ്സിനകത്തുള്ള ആ ടൈനി പാർട്ടിക്കിളുകൾ എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്? അപ്പോൾ അതിന്റെ ബാക്കി പ്രത്യേകതകളൊക്കെ മനസ്സിലായി എന്ന് കരുതുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ലിക്വിഡിന്റെ കാര്യത്തിലേക്ക് പോകാം. ലിക്വിഡിനകത്ത് ഞാൻ പാർട്ടിക്കിളുകളെ ഇങ്ങനെ വരച്ചു വെച്ചു, അല്ലെ? നോക്കി, ഇതിനെ രണ്ടിനെയും കൂടെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കി. സോളിഡ്സിലെ പാർട്ടിക്കിളിനെ പോലെ അടുത്തടുത്തായിട്ട് വളരെ ചേർന്നാണോ ലിക്വിഡ്സിലെ പാർട്ടിക്കിളുകൾ ഇരിക്കുന്നത്? അല്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഇവിടെ അട്രാക്ഷൻ സോളിഡ്സിലെ പാർട്ടിക്കിളിനെക്കാളും ലിക്വിഡ്സിലെ പാർട്ടിക്കിളുകൾ തമ്മിലുള്ള അട്രാക്ഷൻ വളരെ കുറച്ചുകൂടെ കുറവാണ്, ആണോ? അപ്പോ ഇനി നോക്കി, അട്രാക്ഷൻ കുറവായതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് കിട്ടാൻ സാധ്യതയുണ്ട്? അവർക്ക് ഒരു ചെറിയ എനർജി കിട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ലിക്വിഡ് സ്റ്റേറ്റിലിരിക്കുന്ന പദാർത്ഥങ്ങൾ, ദ്രാവകാവസ്ഥയിലിരിക്കുന്ന പദാർത്ഥങ്ങൾ ഒഴുകാനായിട്ടുള്ള കഴിവുള്ളത്. അപ്പൊ നമുക്ക് എല്ലാം കൂടെ ചേർത്ത് ഇങ്ങനെ കൺക്ലൂഡ് ചെയ്ത് പറയാം. ലിക്വിഡ് സ്റ്റേറ്റിലിരിക്കുന്ന പാർട്ടിക്കിളുകൾ, അല്ലെങ്കിൽ ലിക്വിഡ്സിനകത്തുള്ള പാർട്ടിക്കിളുകൾ കുറച്ച് ദൂരെയായിട്ടിരിക്കുന്നു. ആരെ വെച്ച് നോക്കുമ്പോൾ സോളിഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ദൂരെ ഇരിക്കുന്നു. അട്രാക്ഷൻ കുറച്ച് കുറവാണ്. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? അട്രാക്ഷൻ കുറവായതുകൊണ്ട് തന്നെ ഇന്റർമീഡിയറ്റ് ഡിസ്റ്റൻസ് കുറച്ച് കൂടുതലാണ്. ഒരു ചെറിയ എനർജി ഉണ്ട്, പാർട്ടിക്കിളുകൾക്ക് കുറഞ്ഞ ഊർജ്ജമുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് എന്താണ്? മൂവ്മെന്റ് ഉണ്ട്, പാർട്ടിക്കിളുകൾക്ക് ചലിക്കാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് ലിക്വിഡ്സ്, ദ്രാവകങ്ങൾ എന്ത് ചെയ്യുന്നത്? ഒഴുകുന്ന ഫ്ലോ ടെൻഡൻസി കാണിക്കുന്നത്, ഒഴുകാനുള്ള കഴിവ് പ്രദർശിപ്പിക്കുന്നത്. ഇനി നോക്കിയേ, ഇത് ക്ലോസ്ലി പാക്ഡ് ആണ്, നല്ലപോലെ അട്രാക്ഷൻ ആയിട്ടിരിക്കുകയാണ്. ഇത് കുറച്ച് ലൂസ്ലി പാക്ഡ് ആണ്, കുറച്ച് ഫ്രീ ആയിട്ടാണ് ഇരിക്കുന്നത്. അതിന്റെ അർത്ഥം എന്താ? ലിക്വിഡ്സിന് ഒരു ഫിക്സഡ് ഷേപ്പ് ഉണ്ടോ? ഇല്ല. എന്തുകൊണ്ടാണ് ലിക്വിഡ്സിന് ഫിക്സഡ് ഷേപ്പ് ഇല്ലാത്തത്? നമ്മൾ എടുക്കുന്ന പാത്രത്തിന്റെ ആകൃതി, അല്ലെങ്കിൽ ഷേപ്പ് ഓഫ് ദ കണ്ടെയ്നർ ആണ് ലിക്വിഡ്സിനുള്ളത്. നമ്മളൊരു പാത്രത്തിനകത്ത്, ഏത് പാത്രത്തിനകത്താണോ വെള്ളം എടുക്കുന്നത്, ആ പാത്രത്തിന്റെ ആകൃതിയിലേക്ക് ആര് വരും? നമ്മുടെ അതിനകത്തേക്ക് ഒഴിക്കുന്ന ലിക്വിഡ് വരും. എന്തുകൊണ്ടാണ് വരുന്നത്? അവർക്ക് ഒരു അല്പം എനർജി ഉള്ളത് കൊണ്ടാണ്. ലിക്വിഡ് സ്റ്റേറ്റിലിരിക്കുന്ന പാർട്ടിക്കിളുകൾക്ക് ഒരു അല്പം എനർജി ഉള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള അട്രാക്ഷൻ ഇച്ചിരി കുറവായത് കൊണ്ടാണ് അവർക്ക് എന്തുള്ളത്? അവർക്ക് ഇങ്ങനെ ഒരു ഫിക്സഡ് ഷേപ്പ് ഇല്ലാത്തത്. ഓക്കെ, സോളിഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഫിക്സഡ് ഷേപ്പ് ആർക്കില്ലാത്തത്, അല്ലെങ്കിൽ ഒരു ഡെഫിനറ്റ് ഷേപ്പ് ആർക്കില്ലാത്തത്? ലിക്വിഡ്സിന് ഇല്ലാത്തത്. ഇനി അടുത്തത് ആരുടെ കാര്യമാണ്? ഗ്യാസിന്റെ കാര്യമാണ്. നോക്കിയേ, ഗ്യാസിലെ പാർട്ടിക്കിളുകൾ ഇങ്ങനെ വാരി വിതറി ഇങ്ങനെ ദൂരേക്ക് മാറി കിടക്കുകയാണ്. കണ്ടോ? ഇങ്ങനെ ദൂരേക്ക് പോകുന്നത് എന്തുകൊണ്ടാണ്? ഈ പാർട്ടിക്കിളുകൾ തമ്മിൽ എന്ത് കാണില്ല? അട്രാക്ഷൻ കാണുമോ? അപ്പൊ ഇവിടെ പാർട്ടിക്കിൾ ഗ്യാസിയസ് സ്റ്റേറ്റിലുള്ള, വാതകാവസ്ഥയിലുള്ള പാർട്ടിക്കിളുകൾക്ക് എന്ത് കുറവാണ്? അവർ തമ്മിലുള്ള അട്രാക്ഷൻ വളരെ കുറവാണ്. അട്രാക്ഷൻ കുറവായതുകൊണ്ട് തന്നെ അവർ തമ്മിലുള്ള അകലം, ഇന്റർമീഡിയറ്റ് ഡിസ്റ്റൻസ് വളരെ കൂടുതലാണ്. ഇന്റർമീഡിയറ്റ് ഡിസ്റ്റൻസ് വളരെ കൂടുതലായതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ അട്രാക്ഷൻ കുറവായതുകൊണ്ട് തന്നെ അവർക്ക് ഒരു അല്പം കൂടുതൽ എനർജി ഉണ്ട്. കൂടുതൽ എനർജി, കൂടുതൽ ഊർജ്ജം ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് എന്താണ്? മൂവ്മെന്റും, ചലിക്കാനുള്ള കഴിവും കൂടുതലാണ്. അതുപോലെ തന്നെ അവർക്ക് എന്തും കാണില്ല, ചലിക്കാനുള്ള കഴിവുള്ളത് കൊണ്ട് ഈ ഗ്യാസിയസ് സ്റ്റേറ്റിലുള്ള വാതകാവസ്ഥയിലിരിക്കുന്ന കണികകൾക്കെല്ലാം തന്നെ ചലിക്കാനുള്ള കഴിവുള്ളത് കൊണ്ട് തന്നെ അവർക്ക് ഒരു ഡെഫിനിറ്റ് ഷേപ്പ് ഇല്ല, ഒരു ഫിക്സഡ് ഷേപ്പ് ഇല്ല, ഒരു സ്ഥിരമായ നിശ്ചിതമായ ആകൃതിയും ഇല്ല. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ കൺക്ലൂഡ് ചെയ്യാം. ഗ്യാസിന് എന്തില്ല? ഒരു നിശ്ചിതമായ ആകൃതിയില്ല. എന്തുകൊണ്ട് ആകൃതിയില്ല? അതിലെ പാർട്ടിക്കിളുകൾ തമ്മിലുള്ള അകലം വളരെ കൂടുതലാണ്, അട്രാക്ഷൻ വളരെ കുറവാണ്. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇന്റർമീഡിയറ്റ് ഡിസ്റ്റൻസ് വളരെ കൂടുതലായിരുന്നു. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൊണ്ട് തന്നെ അവർക്ക് എനർജി കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് അവർക്ക് എന്തില്ലാത്തത്? ഒരു ഡെഫിനിറ്റ് ഷേപ്പ് ഇല്ലാത്തത്.
അപ്പൊ 4 കാര്യങ്ങളായി. എന്തൊക്കെയായിരുന്നു 4 കാര്യങ്ങൾ? മാറ്ററിന്റെ ഡെഫിനിഷൻ, ഡിഫറെന്റ് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ, പദാർത്ഥത്തിന്റെ ഒരു നിർവചനം കണ്ടുപിടിച്ചു, ആ പദാർത്ഥത്തിന്റെ വിവിധ അവസ്ഥകൾ പഠിച്ചു. ഇനി ഓരോ പദാർത്ഥവും നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ആരാണ് എന്ന് നമ്മൾ എക്സ്പെരിമെന്റിലൂടെ കണ്ടെത്തി. അതിനുശേഷം സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്, ഖരം, ദ്രാവകം, വാതകം, ഈ 3 അവസ്ഥയിലെ പദാർത്ഥങ്ങളുടെ അതിനകത്തുള്ള കണികകളുടെ അറേഞ്ച്മെന്റ് നമ്മൾ നോക്കി. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടെ ചേർത്ത് നമ്മുടെ സോളിഡ്സിന്റെയും ലിക്വിഡ്സിന്റെയും ഗ്യാസിന്റെയും പ്രോപ്പർട്ടി നമുക്കൊന്ന് ടാബുലേറ്റ് ചെയ്തുകൂടെ? ഇപ്പൊ ഖരത്തിന്റെയും ദ്രാവകത്തിന്റെയും വാതകങ്ങളുടെയും പ്രത്യേകതകൾ എല്ലാം കൂടെ നമ്മളൊരു പട്ടികയിലേക്ക് വരയ്ക്കാനായിട്ട് പോവുകയാണ്. അപ്പൊ നോക്കിയോളൂ, ഞാൻ സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് ഇങ്ങനെ കോളം വരച്ചു. ഒന്നാമത്തെ പ്രത്യേകത, നമ്മൾ മാറ്ററിന്റെ ഡെഫിനിഷൻ പഠിച്ചപ്പോൾ പഠിച്ച ആദ്യത്തെ പ്രത്യേകതയാണ്. ഇതിന് എന്തുണ്ട്? മാസ് ഉണ്ട് അല്ലേ? മാസിലയുടെ സോളിഡ്സിന് ഖരാവസ്ഥയിൽ എന്തുണ്ട്? മാസ് ഉണ്ട്. ലിക്വിഡിനും മാസിലയുടെ ഉണ്ട്. ഗ്യാസിനും എന്ത് മാസ് ഉണ്ടായിരുന്നു? ഇത് നമ്മൾ മാറ്ററിന്റെ ഡെഫിനിഷൻ പഠിച്ചപ്പോൾ പഠിച്ചതാണ്. ഇനി അവിടെ പഠിച്ച അടുത്ത കാര്യം ഉണ്ടായിരുന്നു. എന്തായിരുന്നു കാര്യം? സ്പേസ് ആവശ്യമാണ്, ഓക്കുപ്പൈ ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്, സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്. ഖരത്തിനും സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്, ദ്രാവകത്തിനും സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്, വാതകങ്ങൾക്കും സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ് എന്ന് നമുക്ക് അറിയാം. ഓക്കെയാണോ? ഇനി നമുക്ക് അറിയാവുന്ന അടുത്ത കാര്യം എന്ന് പറയുന്നത്, ഇതിനെന്തുണ്ട്? ഒരു ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ട്, ഒരു നിശ്ചിതമായ ഒരു ആകൃതിയുടെ. ഖരത്തിന് ഒരു ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ട്, ലിക്വിഡിന് ഒരു ഷേപ്പ് ഉണ്ടോ? എങ്ങനെ നമുക്ക് പറയാം? ഷേപ്പ് ഉണ്ട്, പക്ഷെ എങ്ങനെയാണ്? ഷേപ്പ് ഓഫ് ദി കണ്ടെയ്നർ. ആരുടെ ഷേപ്പാണ്? ആ കണ്ടെയ്നറിന്റെ ഷേപ്പാണ്. എടുക്കുന്ന പാത്രത്തിന്റെ ആകൃതിയിലേക്കാണ് ആര് വരുന്നത്? ലിക്വിഡ് വരുന്നത്. എന്താണ് എന്ന് നമ്മൾ നേരത്തെ ആ പാർട്ടിക്കിളുകളുടെ അറേഞ്ച്മെന്റ് നോക്കിയപ്പോൾ പറഞ്ഞായിരുന്നു. എന്തുകൊണ്ടാണ് അവർക്ക് എന്തുള്ളത്? ഷേപ്പ്, കണ്ടെയ്നറിന്റെ ഷേപ്പ്, എടുക്കുന്ന പാത്രത്തിന്റെ ആകൃതി വരുന്നതെന്ന് നമ്മൾ പറഞ്ഞു. ഇനി അടുത്തത്, ഗ്യാസിന് എന്തില്ല? ഒരു ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ടോ? ഒരു മിക്സഡ് ഷേപ്പ് ഉണ്ടോ? ഇല്ല. ഇനി അടുത്തത് വോളിയമാണ്. സോളിഡ്സിന് വോളിയം എന്തുണ്ട്? ഉണ്ടോ? വ്യാപ്തമുണ്ടോ? സോളിഡിന് വോളിയം ഉണ്ട്. അതുപോലെ തന്നെ എന്തുണ്ട്? ലിക്വിഡിനും വോളിയം ഉണ്ട്. പക്ഷെ ഗ്യാസിന് വോളിയം ഉണ്ടോ? ഗ്യാസിന് എന്തില്ല? വോളിയം ഇല്ല. ഓക്കെയാണോ? ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് അട്രാക്ഷൻ ആണ്. പാർട്ടിക്കിളുകൾ തമ്മിലുള്ള അട്രാക്ഷൻ. അതായത് സോളിഡ് സ്റ്റേറ്റിനകത്തിരിക്കുന്നതും ലിക്വിഡിനകത്തുമുള്ള ഗ്യാസിനകത്തുമുള്ള പാർട്ടിക്കിളുകൾ തമ്മിലുള്ള അട്രാക്ഷൻ. സോളിഡിനകത്തുള്ള പാർട്ടിക്കിളിന്റെ അട്രാക്ഷൻ എങ്ങനെയായിരുന്നു? സ്ട്രോങ് അട്രാക്ഷൻ അല്ലായിരുന്നാണ്, വളരെ സ്ട്രോങ് അട്രാക്ഷൻ ആണ്. നമുക്ക് ഇവിടെ നമുക്ക് എന്ത് പറയാം? സോളിഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ലിക്വിഡിന് എങ്ങനെയാണ്? ഒരു വീക്ക് അട്രാക്ഷൻ ആയിരുന്നു അല്ലെ? ഇനി ഗ്യാസിലാണെങ്കിലോ അട്രാക്ഷൻ ഉണ്ടോ? ഇല്ല. അപ്പോ നമുക്ക് എങ്ങനെ പറയാം? ഖരാവസ്ഥയിലെ കണികകൾ തമ്മിലുള്ള ആകർഷണ ബലം വളരെ കൂടുതലാണ്, അല്ലെങ്കിൽ ഖരത്തിലെ കണികകൾ തമ്മിലുള്ള ആകർഷണ ബലം വളരെ കൂടുതലാണ്. ദ്രാവകത്തില് ഖരാവസ്ഥയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ച് കുറവും, വാതകത്തെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് കൂടുതലാണ്. ഇനി വാതകാവസ്ഥയില് കണികകൾ തമ്മിലുള്ള അട്രാക്ഷൻ എന്താണ്? ഇല്ല. ഇനി ആറാമത്തെ കാര്യം എന്ന് പറയുന്നത് അകലമാണ്, ഇന്റർമീഡിയറ്റ് ഡിസ്റ്റൻസ് ആണ്. ഇവിടെ അകലമുണ്ടോടെ? അകലമില്ല. അതായത് കണികകൾ തമ്മിലുള്ള അകലമില്ല. അപ്പൊ ക്ലോസ്ലി പാക്ഡ് എന്ന് പറഞ്ഞൂടെ? ക്ലോസ്ലി പാക്ഡ് ആണ് ഏത്? നമ്മുടെ സോളിഡിനകത്ത് കണികകൾ, പാർട്ടിക്കിളുകൾ ഇരിക്കുന്ന എങ്ങനെയാണ്? ക്ലോസ്ലി പാക്ഡ്. അതായത് വളരെ 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 ചേർത്ത് അടുക്കി വെച്ചിരിക്കുകയാണ് ഖരാവസ്ഥയിലെ കണികകൾ എന്ന് പറയുന്നത്. ഇനി ലിക്വിഡ്സിനകത്ത് നമുക്ക് എന്താ പറയാം? മോഡറേറ്റ്ലി പാക്ഡ് എന്ന് പറഞ്ഞൂടെ? മോഡറേറ്റ്ലി പാക്ഡ് അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? ഖരത്തെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് ഫ്രീ ആണ്, പക്ഷേ വാതകത്തെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് അടുത്തുമാണ് ഇരിക്കുന്നത്. ഇനി വാതകത്തിലും അവര് തമ്മിലുള്ള സ്പേസ് എന്ന് പറയുന്നത് എന്താണ്? വളരെ വളരെ ലാർജ് അല്ലേ? വളരെ കൂടുതലല്ലേ? എന്താണ്? വാതകത്തിലെ കണികകൾ തമ്മിലുള്ള അകലം എന്താണ്? വളരെ വളരെ കൂടുതലാണ്. അപ്പോ അട്രാക്ഷൻ പറഞ്ഞു, അവർ തമ്മിലുള്ള അകലം പറഞ്ഞു. ഇനി അടുത്തത് അകലം കഴിഞ്ഞാൽ നമുക്ക് അടുത്തത് നോക്കുന്നത് നമ്മള് എനർജി നോക്കാം. പാർട്ടിക്കിളുകളുടെ എനർജിയുമാണ് നമ്മൾ പറഞ്ഞ കാര്യമാണ്. സോളിഡിലെ പാർട്ടിക്കിളുകൾക്ക് എനർജി ഉണ്ടോ? എനർജി അഥവാ ഊർജമുണ്ടോ? എനർജി ഇല്ല. പക്ഷെ ലിക്വിഡിനകത്തോ ദ്രാവകാവസ്ഥയിൽ ഒരല്പ എനർജി ഉണ്ട്. വാതകാവസ്ഥയിൽ എനർജി വളരെ വളരെ കൂടുതലല്ലേ? എനർജി വളരെ കൂടുതലാണ്. ഇനി അവസാനത്തെ പ്രത്യേകത ഫ്രീഡം ഓഫ് മൂവ്മെന്റ്. എനർജിയുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കിയാൽ മതി.
എനർജി ഇല്ല എങ്കിൽ ഫ്രീഡം ഓഫ് മൂവ്മെന്റ് ഉണ്ടോ? അവർക്ക് ചലിക്കാനുള്ള കഴിവുണ്ടോ? ഇല്ല. എനർജി ഉണ്ടെങ്കിലേ പാർട്ടിക്കിളുകൾക്ക് എന്ത് ചെയ്യാനുള്ള കഴിവുള്ളൂ? ചലന സ്വാതന്ത്ര്യമുള്ളൂ. അപ്പൊ ഇവിടെ ഖരാവസ്ഥയിലെ കണികകൾക്ക് എനർജി ഇല്ല, ഊർജ്ജമില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ചലന സ്വാതന്ത്ര്യവും വളരെ ഇല്ല. ചലന സ്വാതന്ത്ര്യം ഇല്ല എന്ന് തന്നെ പഠിക്കുക. ഇനി അടുത്ത ലിക്വിഡിന് എന്താണ്? ഒരല്പം എനർജി ഉണ്ട്. ലിക്വിഡിന് ഒരല്പം എനർജി ഉണ്ടെന്ന് പറഞ്ഞാൽ ഫ്രീഡം ഓഫ് മൂവ്മെന്റ് എങ്ങനെയാണ്? ഒരല്പം ഇല്ലേ, ഒരു ചെറുതായിട്ട് ഒരു ഫ്രീഡം ഓഫ് മൂവ്മെന്റ് ഇല്ലേ? അതായത് ലിക്വിഡ്സിനകത്തുള്ള കണികകൾ ചെറുതായിട്ട് ചലിക്കുന്നവയാണ്. ഗ്യാസിനാണെങ്കിലോ ഒരുപാട് ഫ്രീഡം ഇല്ലേ, അവർക്ക് നല്ലപോലെ ചലിക്കുന്നല്ലേ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എവിടെ നിന്നാ കിട്ടിയത്? നേരത്തെ പറഞ്ഞ ആ കാര്യങ്ങളെല്ലാം കൂടി കൺക്ലൂഡ് ചെയ്തിട്ട് നമ്മളൊരു ടേബിൾ ഉണ്ടാക്കിയതാണ്. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം കൂടി ചേർത്ത് ഖരത്തിന്റെയും ദ്രാവകത്തിന്റെയും വാതകത്തിന്റെയും കൂടെ ഒരു ടേബിൾ ഉണ്ടാക്കിയതാണ്. അപ്പൊ ഈ 8 കാര്യങ്ങൾ നമ്മൾ നോട്ടിൽ കുറച്ച് നോട്ട് തരുമ്പോൾ നന്നായിട്ട് അതിനകത്ത് കാണും. അപ്പൊ ഒന്ന് എന്ത് ചെയ്യുക, ഇത്രയും കാര്യങ്ങളൊന്ന് പഠിക്കുക. അപ്പൊ ഇത്രയും ആയപ്പോ നമ്മള് എത്ര കാര്യങ്ങളായി? മാറ്ററിനെ പഠിച്ചു, മാറ്ററിന്റെ ഡിഫറെന്റ് സ്റ്റേറ്റുകൾ പഠിച്ചു, ടൈനി പാർട്ടിക്കിളുകൾ സൂക്ഷ്മ കണങ്ങളെ കുറിച്ച് പഠിച്ചു. ഇനി ടൈനി പാർട്ടിക്കിളുകൾ 3 അവസ്ഥയിൽ ഖരത്തിലും ദ്രാവകത്തിലും വാതകത്തിലും എങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നു എന്ന് നമ്മൾ പഠിച്ചു. അതിനുശേഷം ഖരത്തിന്റെയും ദ്രാവകത്തിന്റെയും വാതകത്തിന്റെയും പ്രത്യേകതകൾ 8 വീതം പ്രത്യേകതകൾ നമ്മൾ ഒരു ടേബിൾ വരച്ച് നമ്മൾ പഠിച്ചു.